നമസ്കാരം. ഗാന്ധി കുടുംബത്തിന്റെ വിദേശ ബന്ധങ്ങളിൽ CBI പിടിവീഴുമ്പോൾ കോൺഗ്രസ് തകർന്ന് അടിയുകയാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം വലിയൊരു വഞ്ചന വേറെ ഉണ്ടാകില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകാൻ മോഹിക്കുന്ന വ്യക്തിക്ക് ആ രാജ്യത്തോടാണോ അതോ മറ്റൊരു വിദേശ രാജ്യത്തോടാണോ കൂറ് എന്ന ചോദ്യം ഇന്ന് ഓരോ ദേശസ്നേഹിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വ കേസിൽ അലഹബാദ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ പുറത്തു വരുന്നത് കോൺഗ്രസ് പടുത്തുയർത്തിയ നുണകളുടെ കൊട്ടാരമാണ്. വെറും രാഷ്ട്രീയ ആരോപണമല്ലത്, രാജ്യദ്രോഹത്തിന് തുല്യമായ വഞ്ചനാ കുറ്റമാണ്. രാഹുൽ ഗാന്ധി ഭാരതീയനോ അതോ ബ്രിട്ടീഷ് പൗരനോ എന്ന സംശയത്തിന്മേൽ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ബ്രിട്ടനിലെ ഒരു കമ്പനിയിൽ ഡയറക്ടറായിരുന്നപ്പോൾ നൽകിയ രേഖകളിൽ താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്ന അതീവ ഗൗരവകരമായ പരാതിയിന്മേലാണ് ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നത്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭാരതത്തിൽ ഇരട്ട പൗരത്വം അനുവദനീയമല്ല. ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ നിമിഷനേരം കൊണ്ട് അയാളുടെ ഭാരതീയ പൗരത്വം റദ്ദാക്കും. അങ്ങനെ പൗരത്വം നഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെയാണ് വയനാട്ടിലോ റായ്ബറേലിയിലോ വന്ന് മത്സരിക്കുന്നത്? ഇത് വോട്ടർമാരോടുള്ള വഞ്ചന മാത്രമല്ല, ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കലാണ്. IPC സെക്ഷൻ 420 പ്രകാരം വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടാവുന്ന ക്രിമിനൽ നടപടിയാണിത്. ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം മാത്രമല്ല, ഇവിടുത്തെ വോട്ടവകാശം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സോണിയാഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങളും സ്വാഭാവികമായി ഉയരുന്നുണ്ട്. ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നത് ചരിത്രമാണ്. 1983 മാത്രമാണ് അവർ ഭാരതീയ പൗരത്വത്തിന് അപേക്ഷ നൽകിയത്. അന്ന് അവർ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. ഒരു വിദേശ പൗരത്വം കൈവശം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷയാകുന്നത്? സോണിയാഗാന്ധിക്ക് ഇറ്റലിയോടാണോ ഭാരതത്തിനോടാണോ കൂടുതൽ സ്നേഹമെന്ന സംശയം BJP നേതാക്കൾ പണ്ടേ ഉയർത്തിയതാണ്. രാഹുലിനെതിരെയുള്ള അന്വേഷണം സ്വാഭാവികമായും സോണിയാഗാന്ധിയിലേക്ക് നീളും. അമ്മയും മകനും ചേർന്ന് ഭാരതത്തിന്റെ പരമാധികാരത്തെ വിദേശ രാജ്യങ്ങൾക്ക് പണയം വയ്ക്കുകയായിരുന്നു എന്ന് CBI കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ കേസുകൾ മുറുകുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി രാജ്യം വിട്ടുപോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. ഇടയ്ക്കിടെ വിദേശ യാത്രകൾ നടത്തുന്ന രാഹുലിന്റെ ലക്ഷ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. ബാങ്കോക്കിലേക്കും ലണ്ടനിലേക്കും ഇറ്റലിയിലേക്കും പാതിരാത്രിയിൽ പറക്കുന്ന രാഹുൽ എന്ത് രഹസ്യങ്ങളാണ് അവിടെ പങ്കുവയ്ക്കുന്നത്? തനിക്കെതിരെ അന്വേഷണം വരുമെന്നും അയോഗ്യനാക്കപ്പെടുമെന്നും ഉറപ്പായതോടെ രാഹുൽ സുരക്ഷിതമായ ഒരു വിദേശ രാജ്യം തേടി പോവുകയാണോ? ദേശസ്നേഹിയായ ഒരു നേതാവ് ഒരിക്കലും പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം വിടില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഭാരതം എന്നത് വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ്. അധികാരം കിട്ടുമ്പോൾ മാത്രം വരിക, അല്ലാത്തപ്പോൾ വിദേശത്ത് പോയി സുഖിക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ രീതി. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ നാട് വിടാനുള്ള നീക്കം വഞ്ചനയുടെ മറ്റൊരു മുഖമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് BJPയെ തകർക്കാൻ നോക്കുന്ന കോൺഗ്രസ് സ്വന്തം നേതാക്കളുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ വിയർക്കുകയാണ്. വിദേശ പൗരത്വം വെച്ചുകൊണ്ട് ഭാരതത്തിലെ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങുന്നതിനേക്കാൾ വലിയ എന്ത് ചതിയാണുള്ളത്? നരേന്ദ്രമോദിയുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? 24 മണിക്കൂറും ഭാരതത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നവർക്ക് സ്വന്തം പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. ഇത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ഗാന്ധി കുടുംബത്തിന്റെ ഈ വിദേശ ബന്ധങ്ങൾ ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ്. CBI അന്വേഷണം കഴിയുമ്പോൾ സത്യം പുറത്തുവരും. അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്താണ് വ്യക്തമാകുന്നത്. എത്ര വലിയ ഉന്നതനായാലും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്ന് ഇത് തെളിയിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച അന്വേഷണം CBI ഏറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിലെ രേഖകൾ പുറത്തുവരും. അന്ന് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയനായി ജനിച്ച ഒരാൾക്ക് മാത്രമേ ഈ രാജ്യം ഭരിക്കാൻ അവകാശമുള്ളൂ. വിദേശത്തെ വേരുകളുള്ള വിദേശ പൗരത്വമുള്ള ഒരാൾക്ക് ഭാരതത്തിന്റെ വിധി നിർണ്ണയിക്കാൻ അധികാരം നൽകുന്നത് ആത്മഹത്യാപരമാണ്. BJP ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ദേശവിരുദ്ധ ശക്തികളും ഇരട്ട പൗരത്വമുള്ള നേതാക്കളും ചേർന്ന് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി എന്ന ഒറ്റയാൾ പട്ടാളം മതി. സത്യം അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളും പൗരത്വത്തിലെ കള്ളത്തരങ്ങളും CBI പുറത്തുവിടും. ആ ദിവസം ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു സാധാരണ രാജ്യമല്ല, അതൊരു പുണ്യഭൂമിയാണ്. ഈ മണ്ണിനോട് കൂറുള്ളവർക്ക് മാത്രമേ ഈ നാട് ഭരിക്കാൻ അവകാശമുള്ളൂ. എന്നാൽ ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വഞ്ചനയുടെയും നിഗൂഢതകളുടെയും നീണ്ട കഥകളാണ്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന രേഖകൾ പുറത്തു വരുമ്പോൾ അത് വെറുമൊരു സാങ്കേതിക പിശകായി കാണാൻ നമുക്ക് കഴിയില്ല. ഭാരതത്തിൽ ജനിച്ച ഒരാൾക്ക് എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം?
ബ്രിട്ടനിലെ കമ്പനി രേഖകളിൽ താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യമാണ്. ഭാരത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 വളരെ വ്യക്തമാണ്. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്തയാൾ ഈ രാജ്യത്തിന് അന്യനാണ്. ഇരട്ട പൗരത്വം വെച്ച് MP ആയി നടക്കുന്നത് പച്ചയായ ഭരണഘടനാ ലംഘനമാണ്. ഇതിനെയാണ് നാം വഞ്ചനാ കുറ്റം എന്ന് വിളിക്കുന്നത്. സ്വന്തം പാസ്പോർട്ടിന്റെ നിറം പോലും സത്യസന്ധമായി പറയാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഭാരതത്തിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇറ്റാലിയൻ മണ്ണിൽ വേരുകളുള്ള സോണിയാഗാന്ധി ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ പിടിമുറക്കുമ്പോൾ തന്നെ ഈ നാടിന്റെ പരമാധികാരത്തിന് പോറലേറ്റിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം വരുമ്പോൾ കോൺഗ്രസ് വിറയ്ക്കുന്നതെന്തിനാണ്? കയ്യിൽ കറയില്ലെങ്കിൽ CBI എന്തിനു ഭയക്കണം? രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ എപ്പോഴും ഒരു പ്രഹേളികയാണ്. ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് വിദേശത്ത് പോകുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. എന്നാൽ രാഹുൽ ഗാന്ധി എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്ന് പലപ്പോഴും സുരക്ഷാ ഏജൻസികൾക്ക് പോലും അറിയില്ല. SPG സുരക്ഷ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വിദേശത്ത് കറങ്ങുന്നത് എന്തിനാണ്? ഭാരതത്തെ താഴ്ത്തിക്കെട്ടാൻ വിദേശ ശക്തികളുമായി അദ്ദേഹം ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് വിദേശത്ത് പറക്കുന്ന രാഹുലിന്റെ രീതി നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇരട്ട പൗരത്വ കേസിൽ CBI അന്വേഷണം കോടതി പ്രഖ്യാപിച്ചതോടെ രാഹുൽ വീണ്ടും നാടുവിടാൻ പ്ലാൻ ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇതിന്റെ ഭാഗമാണ്. തോൽവി ഉറപ്പാകുമ്പോൾ പടക്കളം വിട്ടോടുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് നായകൻ എന്ന് വിളിക്കാൻ കഴിയുക? അധികാരം കിട്ടുമ്പോൾ വരിക, തോൽക്കുമ്പോൾ ഇറ്റലിയിലേക്കോ ലണ്ടനിലേക്കോ വിമാനം കയറുക. ഇതാണ് ആ കുടുംബത്തിന്റെ രീതി. കോൺഗ്രസ് ഭരിച്ച കാലമെല്ലാം അഴിമതിയുടെ സുവർണ കാലമായിരുന്നു. ഓരോ ഇടപാടിലും വിദേശികൾക്ക് കമ്മീഷൻ നൽകുന്നതായിരുന്നു ഇവരുടെ പതിവ്. ബൊഫേഴ്സ് ഇടപാടിൽ കൊത്രോച്ചി എന്ന വിദേശിക്ക് എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ അകത്തളത്തിൽ സ്വാധീനം ലഭിച്ചത്? അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഇറ്റാലിയൻ ലേഡി എന്ന് രേഖകളിൽ പരാമർശിച്ചത് ആരെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഈ കുടുംബത്തിന് ഭാരതത്തെക്കാൾ താല്പര്യം വിദേശ ഇടപാടുകളായിരുന്നു. ഭാരതത്തിന്റെ പണം വിദേശ ബാങ്കുകളിലേക്ക് കടത്താൻ സഹായിച്ച ഈ കുടുംബം ഇന്ന് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിച്ച് ഇവർ നടത്തുന്ന ചതികൾ നാം തിരിച്ചറിയണം. കേരളത്തിൽ പരസ്പരം അടിക്കുകയും ഡൽഹിയിൽ ഒന്നിക്കുകയും ചെയ്യുന്ന ഇവരുടെ അവിശുദ്ധ സഖ്യം ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളതാണ്. സ്വന്തം നേതാവിന്റെ പൗരത്വം പോലും സംശയനിഴലിൽ നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് മറ്റൊരു സർക്കാരിനെ വിമർശിക്കാൻ അവകാശമുള്ളത്? രാജ്യത്തോടുള്ള കൂറ് എന്ന വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് വേണ്ടത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഭാരതം ലോകശക്തിയായി മാറി. ചൈനയെയും പാകിസ്ഥാനെയും അവരുടെ ഭാഷയിൽ നേരിടാൻ നമുക്ക് കഴിയുന്നു. ഇത് കണ്ട് അസ്വസ്ഥരാകുന്ന ചില വിദേശ ശക്തികളുമുണ്ട്. ഭാരതം വളരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ വിദേശ ശക്തികളുടെ ഏജന്റുമാരാണോ ഈ ഗാന്ധി കുടുംബം എന്ന് സംശയിക്കണം. ഭാരതത്തിനെതിരെ വിദേശ മണ്ണിൽ പോയി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? CBI അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യം പുറത്തു വരും. അന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. സോണിയാഗാന്ധിയുടെ ഇരട്ട പൗരത്വവും രാഹുലിന്റെ ബ്രിട്ടീഷ് ബന്ധവും പുറത്താകുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്ത്യം കുറിക്കപ്പെടും. BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഒന്നാമതാണ്, പാർട്ടി രണ്ടാമതും, വ്യക്തി മൂന്നാമതുമാണ്. എന്നാൽ കോൺഗ്രസിന് ഗാന്ധി കുടുംബം ഒന്നാമതും രാജ്യം അവസാനവുമാണ്. ഈ വ്യത്യാസമാണ് ഇന്ന് ഭാരതീയർ തിരിച്ചറിയേണ്ടത്. നമുക്ക് വേണ്ടത് ഈ മണ്ണിന്റെ മണം അറിയുന്ന നേതാവിനെയാണ്. വിദേശ ബാങ്ക് അക്കൗണ്ടുകളും വിദേശ പൗരത്വവും ഉള്ളവരെയല്ല. അന്വേഷണം നേരിടാൻ ധൈര്യമില്ലാത്ത ഒളിച്ചോടുന്നവർക്ക് ഭാരതത്തിന്റെ ഭാവി കൈമാറാൻ കഴിയില്ല. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. കാരണം സത്യം പുറത്തു വന്നാലേ ഈ രാജ്യത്തെ വഞ്ചിച്ചവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ ഭരണത്തിന്റെ കീഴിൽ ഭാരതം സുരക്ഷിതമാണ്. വിദേശ പൗരത്വം വെച്ച് ഭാരതീയരെ ഭരിക്കാമെന്ന മോഹം ഇനി നടക്കില്ല. ഇത് ഡിജിറ്റൽ ഇന്ത്യയാണ്. ഇവിടെ നുണകൾ അധികകാലം നിലനിൽക്കില്ല. അധികാരം എന്നത് വെറും കുടുംബ സ്വത്തായി കണ്ടിരുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഭരണഘടനയും എത്രത്തോളം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് കാണുമ്പോൾ ഓരോ ദേശസ്നേഹിയും ലജ്ജിച്ചു പോകും. നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ മഹത് വ്യക്തികൾ സ്വപ്നം കണ്ടത് ഭാരതത്തിന്റെ മണ്ണിനോടും മണത്തോടും കൂറുള്ള ഒരു ഭരണകൂടത്തെയാണ്. എന്നാൽ വിദേശത്ത് വേരുകളുള്ള, വിദേശത്ത് ബിസിനസ്സുകളുള്ള, വിദേശ പൗരത്വമുണ്ടെന്ന് രേഖകളിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തെ നയിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇരട്ട പൗരത്വം എന്നത് വെറും ഒരു സാങ്കേതിക പിശകല്ല, അത് വഞ്ചനയാണ്. ഭാരതത്തിന്റെ പൗരത്വം ഉപേക്ഷിക്കാതെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ഈ മണ്ണിനോടുള്ള ഏറ്റവും വലിയ നന്ദികേടാണ്. വഞ്ചനാ കുറ്റം ഉൾപ്പെടെയുള്ള ക്രിമിനൽ നടപടികൾക്ക് രാഹുൽ ഗാന്ധി വിധേയനാകേണ്ടി വരുമ്പോൾ അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പടുത്തുയർത്തിയ നുണകളുടെ കൊട്ടാരത്തിന്റെ തകർച്ച കൂടിയാണ്. ഈ അന്വേഷണം സോണിയ ഗാന്ധിയിലേക്ക് നീളും. 15 വർഷത്തോളം ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ വിമുഖത കാണിച്ച അവർ ഏത് ശക്തിയുടെ പ്രേരണയാലാണ് പിന്നീട് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയത്? UPA കാലത്തെ പ്രതിരോധ ഇടപാടുകളിലെ ഇറ്റാലിയൻ ബന്ധങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. കൊത്രോച്ചിയെ പോലുള്ള വിദേശ ഏജന്റുമാർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചവർ ഇന്ന് ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. അധികാരത്തിന്റെ
കോൺഗ്രസിന്റെ ഇടനാഴികളിൽ വിദേശികളുടെ സ്വാധീനം ഉറപ്പാക്കിയ ഗാന്ധി കുടുംബം ഭാരതത്തെ ഒരു കമ്മീഷൻ ഏജൻസിയായിട്ടാണ് കണ്ടിരുന്നത്. ബോഫോഴ്സ് മുതൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വരെ നീളുന്ന ആ കറപുരണ്ട ചരിത്രം CBI പുറത്തെടുക്കുമ്പോൾ ഈ രാജ്യത്തെ വഞ്ചിച്ചവർക്ക് മാപ്പ് നൽകാൻ കഴിയില്ല. ഇടയ്ക്കിടെയുള്ള രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ വലിയൊരു ചോദ്യചിഹ്നമായി വരികയും ചെയ്യുന്നുണ്ട്. രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ബാങ്കോക്കിലേക്കും വിയറ്റ്നാമിലേക്കും പറക്കുന്ന ഈ ശൈലി ഒരു നേതാവിന് ചേർന്നതുമല്ല. അന്വേഷണ ഏജൻസികൾ വീട്ടുമുറ്റത്തെത്തുമ്പോൾ സുരക്ഷിതമായ വിദേശ താവളം തേടിയുള്ള ഈ നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദേശസ്നേഹിയായ ഒരു നേതാവ് നരേന്ദ്രമോദിയെ പോലെയാകണം. വിശ്രമമില്ലാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ. ഭാരതം ഇന്ന് ലോകശക്തിയായി മാറുമ്പോൾ അത് കണ്ട് അസ്വസ്ഥരാകുന്ന വിദേശ ശക്തികളുടെ ചട്ടുകമായി രാഹുൽ ഗാന്ധി മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചൈനീസ് അംബാസഡറുമായി രഹസ്യ ചർച്ച നടത്തുന്നതും വിദേശ മണ്ണിൽ പോയി സ്വന്തം രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്നതും ഒളിച്ചോട്ടത്തിന്റെ മറ്റൊരു മുഖമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിച്ച് അന്തം ചതികൾ നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം ഓർക്കുക: സത്യം അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. CBI അന്വേഷണം പൂർത്തിയാകുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വ രഹസ്യങ്ങൾ പുറത്താകുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഈ രാജ്യത്ത് വിലാസമുണ്ടാകില്ല. ഇത് നവഭാരതമാണ്, ഡിജിറ്റൽ യുഗമാണ്. ഇവിടെ നുണകൾക്ക് ആയുസില്ല. BJPയുടെ കരുത്തുറ്റ ഭരണത്തിന്റെ കീഴിൽ ഭാരതം സുരക്ഷിതമാണ്. വിദേശ പൗരത്വമുള്ളവർക്കും രാജ്യത്തെ വഞ്ചിക്കുന്നവർക്കും ഇനി ഈ മണ്ണിൽ രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ല. നമ്മുടെ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ളതാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് നാം പോരാടേണ്ടത്. വഞ്ചകരെ തിരിച്ചറിയുക, അവരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയിലേക്ക് എറിയുക. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകഗുരുവായി മാറുമ്പോൾ ഇത്തരം കപട നാടകങ്ങൾ അവസാനിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.